സിനിമയിലെ തളപതിക്ക് തമിഴ്നാടിനെ രക്ഷിക്കണം. തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിലൂടെ ജനങ്ങളുടെ അവസാനത്തെ പോരാളിയാകാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ സ്ക്രീനിൽ സ്വന്തം ഹീറോയിസം രചിക്കുന്ന ഈ മനുഷ്യൻ, നാടിന്റെ ഹീറോ ആകാൻ കൊതിക്കുന്ന ഈ മനുഷ്യൻ സ്വന്തം വീട്ടിൽ നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയേക്കാൾ കാപട്യത്തിന്റെ നേർചിത്രം പോലെയുള്ള ഒരു യാഥാർത്ഥ്യം. ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിച്ച കുടുംബനായകൻ എന്ന ഇമേജിന് കനത്ത തിരിച്ചടിയേകിക്കൊണ്ട് നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനായ വിജയുടെ 26 വർഷത്തെ ഭാര്യ സംഗീത സ്വർണലിംഗം ഔദ്യോഗികമായി വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഒരിക്കൽ തന്റെ പ്രിയ താരത്തെ വിവാഹം കഴിക്കാൻ UK-യിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ താണ്ടിയെത്തിയ ആ സ്ത്രീ വിവാഹബന്ധം കടലാസിൽ മാത്രമായി ചുരുങ്ങിയെന്ന് വ്യക്തമാക്കി അത് അവസാനിപ്പിക്കാൻ ഇപ്പോൾ ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയെ സമീപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ മോഹവുമായി ഇറങ്ങിയ അദ്ദേഹത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുന്നതാണ് അവർ നിരത്തിയ കാരണങ്ങൾ. സംഗീത വെറുമൊരു സാധാരണ വിവാഹമോചനത്തിനല്ല അപേക്ഷ നൽകിയിരിക്കുന്നത്. TVK അധ്യക്ഷനെതിരെ പരസ്യമായ വ്യഭിചാര കുറ്റം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഹർജി പ്രകാരം സ്വയം ജനകീയ നേതാവായി ചമയുന്ന ഇദ്ദേഹം ഒരു സഹനടിയുമായി വിവാഹേതര ബന്ധം പുലർത്തുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ആരോപണങ്ങൾ അവിടെ തീരുന്നില്ല. കടുത്ത വൈകാരിക വേദന, മാനസിക പീഡനം, നിരന്തരമായ അപമാനം എന്നിവ സംഗീതയുടെ ഹർജിയിൽ വിശദീകരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും ശാക്തീകരണവും വാഗ്ദാനം ചെയ്ത് വേദികളിൽ പ്രസംഗിക്കുന്ന ഒരാൾ സ്വന്തം ഭാര്യയെ സാമ്പത്തികമായി നിയന്ത്രിക്കുകയും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും പരിമിതപ്പെടുത്തുകയും ചെയ്തുവെന്ന് സ്വന്തം ഭാര്യ തന്നെ ആരോപിക്കുന്നു എന്നത് വലിയ വിരോധാഭാസമാണ്. ചില ദിവസങ്ങളിൽ വീട്ടുതടങ്കൽ വരെ പെട്ടു എന്ന് പറയുന്നുണ്ട്. വൈകാരികമായും മാനസികമായും ശാരീരികമായും താൻ അവഗണിക്കപ്പെട്ടതായി അവർ പറയുന്നു. അദ്ദേഹത്തിന്റെ വലിയ രാഷ്ട്രീയ റാലികളിൽ നിന്ന് സംഗീത വിട്ടുനിന്നതിൽ ഒട്ടും തന്നെ അതിശയിക്കാനില്ല എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ വിവാദങ്ങൾ നിറഞ്ഞ ഒരു വിവാഹമോചനം മാത്രമല്ല വിജയുടെ മോഹങ്ങളെ തകർക്കാൻ പോകുന്ന ഭീഷണിയും നമുക്കറിയാം. സ്വന്തം കുടുംബം തകർത്തു എന്ന ആരോപണം നേരിടുമ്പോൾ തന്നെ തന്റെ ഡസൻ കണക്കിന് അനുയായികളുടെ കുടുംബങ്ങൾ തകർത്ത ഒരു ദുരന്തത്തിന്റെ പേരിലും വിജയ് ഇപ്പോൾ പഴി കേൾക്കുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ TVK റാലിക്കിടെ നടന്ന ഭയാനകമായ കരൂർ ദുരന്തം നമുക്ക് മറക്കാനാവില്ല. 41 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരവും വിനാശകരവുമായ കെടുകാര്യസ്ഥതയാണ് 41 നിരപരാധികളുടെ മരണത്തിന് കാരണമായതെന്നാണ് ആരോപണം. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ വെച്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI വിജയെ ഇതിനകം 2 തവണ വിളിപ്പിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞു. തന്റെ അവസാന ചിത്രമെന്ന് കരുതപ്പെടുന്ന ജനനായകന്റെ റിലീസിനായി കാത്തിരിക്കുന്നതിനും വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിനും ഇടയിൽ വിജയ്ക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട്. അദ്ദേഹത്തിന് ജനങ്ങളുടെ ജനവിധി വേണം. എന്നാൽ തമിഴ്നാട്ടിലെ വോട്ടർമാർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. മനുഷ്യജീവന്റെ ദാരുണമായ നഷ്ടം കൊണ്ട് കളങ്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവേശനമുള്ള സ്വന്തം വീട് വഞ്ചനയുടെയും സാമ്പത്തിക നിയന്ത്രണത്തിന്റെയും ക്രൂരതയുടെയും വേദിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ സിനിമാ പരിവേഷം തകർന്നിരിക്കുന്നു. അതിനടിയിലുള്ള യാഥാർത്ഥ്യം അങ്ങേയറ്റം അസ്വസ്ഥാജനകവുമാണ്. സിനിമയിൽ കാണുന്ന വിഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഒന്ന് അടുത്തറിയാൻ ശ്രമിച്ചാൽ പൊടിഞ്ഞു പോകാവുന്ന വെറും കളിമൺ പ്രതിമകൾ മാത്രമാണ് ഇവരൊക്കെ എന്ന് ഇനിയെങ്കിലും തമിഴ്നാട്ടിലെ വോട്ടർമാർ മനസ്സിലാക്കിയാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.